ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ തേങ്ങ കാണിക്കുന്നുണ്ട് ഒന്നും വിചാരിക്കരുത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ, അതായത് ഭയങ്കര തിരക്ക് പിടിച്ച പലഹാരവും കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇടിയപ്പമാണ് നമുക്ക് കഴിക്കാനായിട്ട്. അതിന് കറി ഗ്രീൻ ബീൻസും ആണ്. ഇവിടെ മിക്കവാറും പലഹാരം ഉണ്ടാക്കുന്നത് ഉമ്മയും അതിനുള്ള കറിയും ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഉമ്മാക്ക് വയ്യാതെ വരുന്ന സമയങ്ങളിലും ഉമ്മ ഇല്ലാത്ത സമയങ്ങളിലായിരിക്കും കൂടുതലും ഞാൻ പലഹാരത്തിലേക്ക് നോക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സീരിയസ്ലി പറയുവാണെങ്കിൽ എനിക്ക് വന്ന ടൈമിലൊന്നും ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. അതായത് ഈ പലഹാരങ്ങളില്ലേ, ഇടിയപ്പൻ, ചപ്പാത്തി, പുട്ട്, അതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. ഈ മൈദ കലക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു അപ്പമില്ല, അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. പിന്നെ ഉമ്മാക്ക് ഇങ്ങനെ വയ്യാതെ വന്ന ആ ഒരു ടൈം ഉണ്ടായിരുന്നു, പനിയൊക്കെ പിടിച്ച്. അപ്പോൾ കുറച്ചധികം ദിവസം ഉമ്മ നല്ല റെസ്റ്റിലായിരുന്നു. ആ ഒരു ടൈമിലാണ് ശരിക്കും ഞാനിതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചത്. തനിയെ ഞാൻ ശ്രമിച്ച് ആദ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുളവായി പോയി. പിന്നെ അത് ഉണ്ടാക്കി ശരിയായി. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ. ഇതൊക്കെ ഞാൻ സ്വയം ഉണ്ടാക്കുന്നതിന് മുമ്പ്, അതായത് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാന്നുള്ളൊരു ചിന്താഗതിക്കാരിയായിരുന്നു ഞാൻ. പക്ഷേ ഞാനായിട്ടത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കത് അത്ര വലിയ പാടായിട്ട് തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതേ ഷിനാജ് ജിമ്മ് കഴിഞ്ഞ് വരുന്നുണ്ട്. കുറേ ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ പോയി തുടങ്ങിയത്. ഷിനാജിന് ജിമ്മിന് പോയി അപ്പോൾ പനി വരും. പിന്നെ ആ പനി എനിക്ക് കിട്ടും, ഉമ്മാക്ക് കിട്ടും, അങ്ങനെ മാറി മാറിപ്പോവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നിർത്തി വെച്ചിരിക്കുമായിരുന്നു ആ പനി വന്നപ്പം. ഇപ്പോൾ ഇതേ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോയി വന്നപ്പോഴത്തേക്കും മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. കാരണം നമ്മുടെ ഇവിടെ മീൻകാരങ്ങനെ വരുന്നത് കുറവാണ്. അപ്പം ഷിനാജ് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഷിനാജ് അങ്ങനെ ബോഡിയിലോട്ട് വലിയ നോട്ടമുള്ള ഒരാളൊന്നും അല്ല. ഇപ്പം ചെറുതായിട്ട് വയറ് ചാടാൻ തുടങ്ങി. അതുകൊണ്ടാണ് ജിമ്മിൽ പോക്ക് തുടങ്ങിയത്. ഞാനാണെങ്കിലും ചെറിയ രീതിയിലൊക്കെ എക്സർസൈസ് ചെയ്യുമായിരുന്നു കേട്ടോ. കല്യാണ സമയത്ത് എൻ്റെ വെയിറ്റ് എത്രയോ 58 കിലോ എന്തോ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇപ്പം എൻ്റെ വെയിറ്റ് നിൽക്കുന്നത് 73 കിലോയിലാണ്. പിന്നെ മിക്ക ആൾക്കാരും പറയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് അത്രയും വെയിറ്റ് ഉള്ളതായിട്ട് തോന്നത്തില്ലെന്ന്. എന്തായാലും എങ്ങനെയും കുറക്കണം. എന്ത് മീനാ മേടിച്ചത്? ഇപ്പൊ വാളയും നത്തളന്നൊക്കെ പറഞ്ഞിട്ട് വാള എന്താ വാങ്ങിക്കാൻ? വാങ്ങിച്ചാ പോരായിരുന്നു, പൊരിക്കായിരുന്നല്ലോ. എത്ര നേരം വേണമെന്നറിയാതെ മുറിക്കാൻ, വെട്ടാൻ. അതുകൊണ്ടാണ് നത്തല് വാങ്ങിയത്. ഞാൻ വെട്ടൂല, ഞാൻ കത്തി മടാളൊക്കെ വാങ്ങിപ്പിക്കുന്നല്ലോ എന്നെ കൊണ്ട്. അത് വലിയ മീനെ, ഈ കുഞ്ഞു മീൻ എങ്ങനെയാ കത്ര കൊണ്ട് വെട്ടുന്നത്? ഷിനാജിന് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് കേട്ടോ ഈ നത്തള്. അത് വെട്ടിയിരിക്കാനാണെങ്കിൽ കുറേ സമയവും വേണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തലേ ദിവസത്തെ കുറച്ച് ബീഫ് ബാക്കിയുണ്ടായിരുന്നത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ മൊരിയിപ്പിച്ചെടുത്ത്. കാരണം ഷിനാജിന് ഈ ഗ്രീൻ ബീൻസ് കടലേനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പ്രത്യേകിച്ചും ഈ ഗ്രീൻ ബീൻസും കടലയൊക്കെ തേങ്ങ അരച്ച് വെച്ചാൽ ആൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല കഴിക്കാൻ. ഗ്രീൻ പീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ, 1-2 ഷോർട്സിൽ ഞാൻ ഗ്രീൻ ബീൻസ് പ്രൊണൗൺസിയേഷൻ തെറ്റായിട്ടാണ് പറയുന്നതെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോവും. പിന്നെ നമ്മൾ കേൾക്കുന്നത് ആ സാധനത്തിൻ്റെ പേര് തന്നെയാണല്ലോ, അത് നോക്കിയാൽ മതി. ഞാൻ ഗ്രീൻ ബീൻസ് വേകാൻ കുക്കറിൽ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അതിനുള്ള തേങ്ങയും സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിനി, അത് വെന്തിട്ട് കറിയാക്കിയാൽ മതി. ഈ കറിയൊക്കെ ഞാൻ മിക്കവാറും യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ കൂടുതലും ഉണ്ടാക്കുന്നത്. കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലില്ലേ, അവരുടെ വീഡിയോ കണ്ടിട്ടാണ് കൂടുതലും ഞാൻ രാവിലത്തെ പലഹാരങ്ങളുടെ കറികളൊക്കെ അങ്ങനെ ഉണ്ടാക്കാറ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റെസിപ്പീസൊക്കെയാണ് കേട്ടോ അവരുടെ ചാനലിൽ. കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരുടെ റെസിപ്പി നോക്കി ഞാൻ ട്രൈ ചെയ്തത് ഭയങ്കര ടേസ്റ്റാണ്. എപ്പോഴെങ്കിലും ഞാൻ വെക്കുമ്പോൾ കാണിച്ചു തരാം. ഈ രാവിലത്തെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും മിക്കതും ഞാൻ എടുക്കാത്തത് നമുക്കൊരു സമയം കാണത്തില്ല. പെട്ടെന്ന് ഷിനാജിന് പോകുന്നുണ്ട്, പെട്ടെന്ന് എല്ലാം ആക്കേണ്ടതുകൊണ്ട് വീഡിയോ എടുത്ത് നിൽക്കാനുള്ളൊരു ടൈം കാണത്തില്ല. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഞാൻ എടുക്കാത്തത്. അങ്ങനെ കറിയൊക്കെ വേഗമാക്കി ഇതേ ഇടിയപ്പം ഞാൻ പാത്രത്തിലാക്കുവാണ്. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷിനാജ് ചോറ് ഉച്ചക്ക് കൊണ്ടുപോകത്തില്ല എന്നുള്ളത്. ഒന്നെങ്കിൽ നെയ്ച്ചോറ, ബിരിയാണി, കുക്കർ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകും. വെറും ചോറിനോട് അത്ര വലിയ താല്പര്യം ആൾ കാണിക്കാറില്ല. പിന്നെ കൂടുതലും വെറുംചോറ് കഴിക്കുന്നത് എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്താണ് കേട്ടോ. അവിടെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പറയും എനിക്ക് വെറുംചോറും മതി, വെറുംചോറും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് കൂടുതലും വെറുംചോറ് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വേഗം വന്ന് ഷർട്ട് തേച്ചിട്ട് ആ സമയം കൊണ്ട് ഷിനാജ് കുളിക്കാൻ പോയി. ഇപ്പം നിലവിലത്തെ അവിടുത്തെ കാലാവസ്ഥ കുറച്ച് പൊടി കൂടുതലാണ് കേട്ടോ നമ്മുടെ അകത്തോട്ട്. അപ്പം പൊടി അടിക്കുമെന്നും പറഞ്ഞ് ഉമ്മ രാത്രി ഈ സോഫാടെ വിരിയില്ല, അത് മടക്കി അവിടെ വെക്കും, എന്നിട്ട് രാവിലെയാണ് വിരിച്ചിടുന്നത്. അതുപോലെ തന്നെ ഉമ്മ കിടക്കുന്ന ആ ഒരു ബെഡിൽ ബെഡ്ഷീറ്റ് രാവിലെ ആകുമ്പോൾ വേറെ വിരിക്കും, ഉമ്മ കിടക്കാൻ നേരം വേറെ വിരിക്കും. കുറച്ച് വൃത്തി കൂടുതലുള്ള ആളാണ്. പ്രത്യേകിച്ച് ഈ പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആൾക്ക് പറ്റാത്തത് കൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. മാക്സിമം ഷെഡാണെങ്കിലും നമ്മൾ നല്ല വൃത്തിയിൽ തന്നെയാണ് കേട്ടോ ഇത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ എത്രയൊക്കെ നമ്മൾ നോക്കിയാലും പൊടി നല്ല പോലെ കയറും. കാരണം ഈ നെറ്റല്ലേ നമ്മുടെ 4 സൈഡിലും, 4 ഫുള്ള് സൈഡിലും ഈ നെറ്റ് തന്നെയല്ലേ. പകുതിയെ നമ്മൾ കല്ല് കെട്ടി പൊക്കിയിട്ടുള്ളൂ.
അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ ഈ ഷെഡ് എങ്ങനെയാണ് കെട്ടിയത്, ആറ് സ്ഥലത്താണ് കെട്ടിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് പൊളിച്ചതും പിന്നെ തറക്കല്ലിടുന്നതൊക്കെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. ഈ വീഡിയോയുടെ അടിയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ സംഭവം കിട്ടും, പോയി കണ്ടാൽ മതി. അതിലെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് ആദ്യം മുതൽ എങ്ങനെയാണ് കെട്ടി തുടങ്ങിയെന്നും ആരുടെ സ്ഥലത്താണെന്നും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്, പോയി കണ്ടാൽ മതി. പിന്നെ ഇവിടെ നിൽക്കുമ്പോഴുള്ള ഏറ്റവും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഞാൻ കാണുന്നത് വേറെ ഒന്നുമില്ല, എനിക്ക് എഡിറ്റ് ചെയ്യുമ്പം സൗണ്ട് കൊടുക്കാൻ പറ്റാത്തതാണ്. കാരണം നല്ല രീതിയിൽ ഈ കാക്ക, പൂച്ച, കോഴി അതിൻ്റെയൊക്കെ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് സൗണ്ട് കൊടുക്കുമ്പം ആരും കേൾക്കാൻ പാടില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ എൻ്റേതായ ഒരു കംഫോർട്ടിലിരുന്ന് സൗണ്ട് കൊടുക്കണം. ഇപ്പം ഞാൻ റൂമിലിരുന്ന് സൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഹാളിൽ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു അടച്ചുറപ്പുള്ള റൂമാണെങ്കിൽ ഓക്കെ, നമുക്ക് നല്ല രീതിയിലിരുന്ന് നമ്മുടെ ഇഷ്ടത്തിന് സൗണ്ട് കൊടുക്കാൻ പറ്റും, അതായത് വീഡിയോക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റത്തില്ലല്ലോ, നമുക്ക് റൂം പോലെ ഒരു സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും കർട്ടനാണ്, അതിന് ഡോറില്ലല്ലോ. അപ്പം ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയൊരു ടാസ്ക്കായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ ഞാൻ കൂടുതൽ സൗണ്ട് ഇപ്പം ഇവിടെ പറ്റാത്തത് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ ഇവിടെ ആരും ഇല്ലാത്ത ടൈമിൽ, ഉമ്മ ഒന്നും ഇല്ലാത്ത ടൈമിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ വീട് പണി നടക്കുന്ന അവിടെ ഇല്ലേ, നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്, അതിൻ്റെ അകത്ത് പോയിട്ടായിരുന്നു ഞാൻ സൗണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതും പറ്റാത്ത അവസ്ഥയാണ്, കാരണം നമ്മുടെ എല്ലാ സൈഡിലും വീട് പണി നടക്കുന്നുണ്ട്, തട്ടും മുട്ടും കൊട്ടും ഒക്കെ കേൾക്കുവാണ്. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടൊന്ന് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോസ് കറക്റ്റ് പ്രോപ്പർ ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ നോക്കിയിട്ട് മാത്രമേ എഡിറ്റിംഗ് എല്ലാം പറ്റത്തുള്ളൂ. ഞാൻ മിക്കവരുടെയും കമൻസ് കാണാറുണ്ട്, ലോങ് വീഡിയോസ് ഡെയിലി ഇട്ടൂടെ, ഷോർട്സ് ഡെയിലി ഇട്ടൂടെ എന്നൊക്കെ. ഞാൻ മാക്സിമം ഷോർട്സ് ഇടാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഡെയിലി വീഡിയോസിൻ്റെ പ്രശ്നം ഇതാണ്, ഇത് കുറച്ചധികം സമയം ഉള്ളതുകൊണ്ട്, മിനിറ്റ് ഉള്ളതുകൊണ്ട് ലോങ് വീഡിയോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഷോർട്സ് പിന്നെ ആകെ 3 മിനിറ്റല്ലേ ഉള്ളത്, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് സൗണ്ട് കൊടുത്ത് സെറ്റാക്കും. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. ഞാൻ എപ്പോഴും ബെഡ്ഷീറ്റും പുതക്കുന്ന സാധനവും, അതായത് പുതക്കുന്ന പുതപ്പ് ഇങ്ങനെ മടക്കി വെക്കും, രാത്രിയൊക്കെ ഞാൻ വിരിക്കത്തുള്ളൂ കിടക്കും. അപ്പോൾ ഞാനിത് മടക്കട്ടെ. തോർത്ത് ശനിയാഴ്ച കുളിച്ചിട്ട് കൊണ്ടിട്ട് പണ്ടൊക്കെ ബെഡിൻ്റെ മുകളിലായിരുന്നു, ഇപ്പോൾ ഇവിടെ നിന്നൊരു മോചനമുണ്ട്. ഞാൻ ചീത്ത പറഞ്ഞിട്ട് ഇപ്പം അവിടെ ഇടുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഏത് വീഡിയോയിൽ ഞാൻ ഈ ബെഡ്ഷീറ്റ് തന്നെയാണ്, പക്ഷേ അല്ല കേട്ടോ, ഞാൻ മാറ്റി ഇരിക്കാറുണ്ട്. പക്ഷേ ഇത് നല്ല മെറ്റീരിയലാണ്, നല്ല സുഖമാണ് ഇതിൽ കിടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറേ ആയി, ഒരു 3-4 മാസം കഴിഞ്ഞാണ് തോന്നുന്നത്. സംഭവം സൈസ് കുറച്ച് വലുതാണ്, ഈ ഞങ്ങളുടെ ബെഡിനെക്കാട്ടി സൈസ് കുറച്ച് വലുതാണ്. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വിരിക്കും. മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്, കളറൊന്നും പോണില്ല കേട്ടോ. കുറേ പ്രാവശ്യം കഴുകി, പക്ഷെ കളറൊന്നും പോണില്ല. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട്, എന്തായാലും ഷിനാജ് അങ്ങനെ വർക്കിന് പോയി കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച്. കുറേ പേര് ഷിനാജിന് എന്താ ജോലിയും ചോദിക്കുന്നുണ്ട്, നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അപ്പം ഞാൻ വേറെ കുറേ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാം. മൊബൈൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് പോകാനുള്ള ദൂരമുണ്ട് ഷോപ്പിലേക്ക്. അപ്പം സാധാരണ മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും പാത്രം കഴുകുന്നത്. ഉമ്മ ഒന്നെങ്കിൽ മുറ്റം അടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണി നോക്കും. അപ്പോൾ ഇന്ന് ഞാൻ മുറ്റം അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ തിരക്ക് പിടിച്ചൊരു ഓട്ടപ്പാച്ചിലായതുകൊണ്ട് രാവിലെ എണീറ്റുടനെ മുറ്റം അടിക്കൽ നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഷിനാജ് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിക്കവാറും ഉമ്മ തന്നെയാണ് കേട്ടോ മുറ്റം അടിക്കാറ് എപ്പോഴും. ഞാൻ പാത്രം കഴുകാൻ നിൽക്കുന്ന ആ ഒരു ടൈം കൊണ്ട് ഉമ്മ പോയി മുറ്റം അടിക്കും. ഞാൻ പാത്രം കഴുകിയിട്ട് മുറ്റം അടിച്ചോളാം എന്ന് പറഞ്ഞാൽ ഉമ്മ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാറൊന്നുമില്ല. ഉമ്മക്ക് അത്രക്ക് നടുവേദന കൂടുതലുള്ള ടൈമിൽ മാത്രമായിരിക്കും അങ്ങനെ ഞാൻ അടിച്ചോട്ടെ എന്നുള്ള ഒരു രീതിയിൽ ആളങ്ങനെ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പാത്രം കഴുകുന്ന ഡ്യൂട്ടി ഉമ്മാക്കും മുറ്റടിക്കുന്ന ഡ്യൂട്ടി എനിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മീനുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെട്ടാൻ വേണ്ടിയിട്ട് ഉമ്മ എടുത്തുകൊണ്ട് പോയി. അടുപ്പ് ഒക്കെ കൂട്ടി തന്നിട്ടാണ് കേട്ടോ മീൻ വെട്ടാൻ പോയത്. ആ ഒരു സമയത്ത് വെള്ളം തിളച്ചപ്പോൾ ഞാൻ ദേ അരി ഇടുവാണ്. മീൻകറി അങ്ങനെ വല്ലാണ്ട് ഷിനാജിന് ഇഷ്ടമല്ല, കൂട്ടിയാലും അതിൻ്റെ ചാറ് മാത്രമേ കൂട്ടത്തുള്ളൂ. കറിയിൽ ഇട്ട മീനൊന്നും അങ്ങനെ ആൾ കഴിക്കത്തില്ല, പൊരിച്ചതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് പൊരിക്കാമെന്ന് ഓർത്ത് പിന്നെ എന്തെങ്കിലും പച്ചക്കറിയും വെച്ച് എന്തെങ്കിലും ചാറും വെക്കാന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. തീയാണെങ്കിൽ ഇടക്കിടക്ക് കെട്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമൊന്നും അല്ല കേട്ടോ. അടുപ്പ് കൂട്ടലും ചോറ് വെക്കലും തീ കത്തിക്കലും ഊതലും ഒക്കെ ഉമ്മാൻ്റെ ഇതാണ്. ഉമ്മ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ ഉമ്മ മീൻ വെട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ അടുപ്പ് ഊതുന്നതും അരി ഇടുന്നതൊക്കെ. ഇതൊന്നും ഞാൻ ചെയ്യാത്തതിൻ്റെ കാര്യം, ഞാൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ അടുപ്പ് എന്താണെന്നും അതിൻ്റെ ABCD എനിക്കറിയാത്തതുകൊണ്ടും ഞാൻ ആ ഭാഗത്തോട്ടേ മൈൻഡ് ചെയ്യാൻ പോവാറില്ല. ഉമ്മ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉമ്മ ഇല്ലാത്ത ടൈമിലായിരിക്കും ഞാൻ ചോറൊക്കെ അടുപ്പത്ത് വെക്കുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തന്നിട്ടായിരിക്കും ഉമ്മ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും
പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അടുപ്പ് കത്തിക്കാൻ ഭയങ്കര പാടാണല്ലോ, അപ്പോൾ അത് വേഗം കത്താൻ വേണ്ടിയിട്ട് ചുള്ളിയൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ പറക്കി കൊണ്ടുവന്ന് തരും. ഇങ്ങനെ കത്തിച്ചാൽ മതി, അങ്ങനെ കത്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ചോറാകുന്നുണ്ട്, മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്, പയർ തോരൻ വെക്കാമെന്നാട്ടോ ഓർത്തത്. അതിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ എന്തൊരു ഭാഗ്യമുള്ള മരുമോളാണ്, എന്ത് നല്ല അമ്മായിമ്മയാന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലും ഉണ്ട് ഈ വയലൻസും സൈലൻസ് ഒക്കെ. വയലന്റ് ആയ ഒരു 1.5 വയലന്റ് ആയിരിക്കും ഉമ്മ. ഈ അന്യൻ സിനിമയിൽ പറയുന്ന പോലെ ഇടക്ക് അന്യനാകും ഇടക്ക് അമ്പിയാകും. ഈ ഒരു സാധനം എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സബോള കുറച്ച് കുഞ്ഞായിട്ട് ഒരു മീഡിയം സൈസിൽ അരിഞ്ഞിട്ട് കുറച്ച് വാളംപുളിയും മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്താൽ മുളക് തിരുമ്മിയത് റെഡിയായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഓൾമോസ്റ്റ് ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം തുണി കഴുകാനുണ്ട്, തുണി കഴുകണം, കുളിക്കണം, പിന്നെ ഇങ്ങോട്ടേക്ക് വെള്ളം അടിക്കണം. ഞങ്ങൾക്ക് ഇവിടെ പൈപ്പിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വെള്ളം നമ്മൾ വേണ്ടത് ഇങ്ങനെ ഡ്രമ്മിലൊക്കെ അടിച്ച് വെക്കും, എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ചോറ് ആയി, പയർ ഞാൻ തോരൻ പോലെ വെച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് പിന്നെ പപ്പടം പൊരിച്ച് കുറച്ച് മുളക് തിരുമ്മി, പിന്നെ ഉമ്മ അതേ മുരിങ്ങ താളിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഊരി വെച്ചിട്ടുണ്ടല്ല, പിന്നെ മീനും കൂടെ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അതും മീനിനി പൊരിച്ചാൽ മതി. മുരിങ്ങ താളി പിന്നെ ഉമ്മ ഉണ്ടാക്കും. എനിക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഞാൻ ആ സാധനം കഴിക്കാറുമില്ല. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാന്നൊക്കെ ഇവർ പറയുന്നത്, പക്ഷേ എനിക്കത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാനത് കഴിക്കാറില്ല. ഷിനാജിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മുരിങ്ങ താളിപ്പ്. അതിലാ ഇലയില്ല, അതിൻ്റെ ആ ഒരു അതായത് പച്ചക്കുള്ള ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി നല്ല രീതിക്ക് കഴിക്കും. പിന്നെ നല്ലതാണ് ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നത്, പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതിങ്ങനെ മുട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു തോരൻ പോലെ വെക്കത്തില്ലേ ചിക്കിയിട്ടും, അതെനിക്കിഷ്ടമാണ്. പക്ഷേ ഈ താളിപ്പിനോട് അത്ര താല്പര്യമില്ല. ഇവിടുത്തെ ആരോട് ചോദിച്ചാലും ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് മുരിങ്ങ താളിപ്പ് ഉണക്കമീനോ എന്നാണ്. ഈ 2 സാധനങ്ങളും ഞാൻ കഴിക്കത്തില്ല. അപ്പം എന്തായാലും ഇനി ഞാൻ പോയി തുണി കഴുകട്ടെ. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. തുണി കഴുകി കുളിച്ചാൽ പിന്നെ വേറെ ജോലിയൊന്നുമില്ല. പിന്നെ ഫുൾ ടൈം ഫോണിൽ കളിയായിരിക്കും. അതായത് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ ആ ടൈമിലാണ് ചെയ്യുന്നത്. ചിലപ്പോൾ കിടന്നുറങ്ങിപ്പോവും. ഫോണിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഫോണും പിടിച്ച് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പോൾ ഈ മുരിങ്ങ താളിപ്പ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കുറേ പേർക്ക് അറിയായിരിക്കും. ഇങ്ങോട്ടൊക്കെയാണ് ആ ഡിഷ് ഭയങ്കര പോപ്പുലർ. ഞങ്ങളുടെ അവിടെയൊന്നും ഈ ഒരു ഐറ്റമേ ഇല്ല. മുരിങ്ങ താളിപ്പ്, തക്കാളി താളിപ്പ്, പിന്നെ എന്താ മുട്ട താളിപ്പ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേൾക്കുന്നതും കാണുന്നതും കഴിക്കുന്നതും. മുട്ട താളിപ്പ് എനിക്കിഷ്ടമാണ്, പിന്നെ തക്കാളി താളിപ്പ് ഇഷ്ടമാണ്. പക്ഷേ ഈ മുരിങ്ങ താളിപ്പ് എനിക്കിഷ്ടമല്ല. എന്തായാലും ഞാനിനി പോയി തുണി കഴുകട്ടെ. രാവിലെ ഒന്ന് ഓൺ വോയിസ് എടുക്കാഞ്ഞതേ, എനിക്ക് എൻ്റെ കൂടെ ആൾക്കാരുള്ളപ്പം ഇങ്ങനെ ഫേസ് ടു ഫേസ്, അതായത് ക്യാമറയോട് നോക്കി സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴും ആയിട്ടില്ല. 4 വർഷം കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്, പക്ഷെ ഇപ്പോഴും എൻ്റെ ചുറ്റിലും ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. സംസാരിക്കും, എന്നാലും കുറച്ച് മടിയായിരിക്കും. അപ്പോൾ രാവിലെ ഉമ്മ ഇങ്ങനെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നേരിട്ട് സംസാരിക്കാതെ ഓൺ വോയിസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വീഡിയോസ് എടുത്ത് വെച്ചത്. ചോറ് വെന്തപ്പം അത് വേഗം തന്നെ വടിച്ചിട്ട്. എനിക്ക് ആദ്യമൊക്കെ ഈ ചോറ് വടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു, കാരണം കയ്യിൽ കഞ്ഞിവെള്ളം വീഴുകയെന്നൊക്കെ. പക്ഷേ ഇപ്പം എന്തായാലും ഓക്കെയായിട്ട് വരുന്നുണ്ട്. ചോറ് വടിച്ചിട്ട് ഞാൻ തുണി കഴുകാൻ പോകാൻ നിന്നപ്പോഴാണ് ദൈവരൊക്കെ വന്നത്. മേമായും ഉണ്ട്, പിന്നെ മൂത്തമ്മായും ഉണ്ട്, പിന്നെ വേറൊരു മൂത്തമ്മാൻ്റെ മകനും ഉണ്ട്. മേമാനെ പിന്നെ എല്ലാവർക്കും സുപരിചിതമാണല്ലോ നമ്മുടെ വീഡിയോസിലൂടെയൊക്കെ കണ്ടിട്ട്. മൂത്തമ്മ പിന്നെ കാനഡയിൽ നിന്ന് കുറച്ച് ദിവസമായുള്ളൂ വന്നിട്ട്. ആളുടെ മകനും മരുമകളൊക്കെ കാനഡയിൽ സെറ്റിൽഡ് ആണ്. ഇപ്പോൾ അവർക്കൊരു കുഞ്ഞ് ബേബി ഉണ്ടായിട്ടുണ്ട്. ഡെലിവറിയുടെ ടൈമിൽ പോയിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ ആ കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഷെഡിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലം ആ മൂത്തമ്മാൻ്റെ സ്ഥലമാണ് കേട്ടോ. അവിടെ എന്തോ 1-2 തെങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആയിട്ട് തേങ്ങ ഇടാനും അങ്ങനെ ഇങ്ങനെ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഞങ്ങളുടെ വീട് പണിയും എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആൾ ഇറങ്ങിയതാണ്. അപ്പോൾ മൂത്തമ്മായി നോക്കിയിട്ട് പറയുന്ന സ്ഥലമൊക്കെ ഒരുപാട് മാറിപ്പോയെന്നാണ്. സത്യമാണ് കേട്ടോ. കാരണം മുമ്പൊന്നും ഇവിടെയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. അതിൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കറിയാം. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. തുണി അലക്കാൻ നിന്ന ഞാനാണ് ഇവരെ കണ്ടപ്പോൾ ഇവരുടെ പുറകെ ഇങ്ങ് പോകുന്നത് കേട്ടോ. ഇത് ഉമ്മാൻ്റെ ആങ്ങളെ വെക്കുന്ന വീടാണ്. അപ്പോൾ അതിൻ്റെ പണി ഓൾമോസ്റ്റ് ഇത് ഇത്രയായിട്ടുണ്ട്. മൂത്തമ്മ കണ്ടിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറയുവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു 1.5 ആഴ്ചയായി തോന്നുന്നു. ഈ ഒരു വോയിസ് ഓവർ കൊടുക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് ഇതിങ്ങനെ നീണ്ടുപോയതാണ് കേട്ടോ, അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിലവിൽ ഈ ഒരു വീട് വാർക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തട്ടും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിൻഡലിൻ്റെ വാർപ്പ് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മാൻ്റെ ടോട്ടൽ ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിൽ വീടില്ലാത്തവർ, അതായത് വീടില്ലാത്തതെന്നല്ല, ഒരു വാർപ്പ് വീടില്ലാത്ത 2 ആൾക്കാർ, ഒന്ന് ഞങ്ങളും പിന്നെ ഉമ്മാൻ്റെ ഈ ഒരു ആങ്ങളയും വരുന്ന കേട്ടോ. ഫാമിലിയിലുള്ള ബാക്കി എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നമുക്ക് കൂടെ വീടാവണേ എന്നുള്ളൊരു ആഗ്രഹവും ഇതൊക്കെയായിരുന്നു.
എന്തായാലും പടച്ചോൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കും വീട് പാസ്സായി. ഞങ്ങളുടെ വീട് പണി തുടങ്ങി ഏകദേശം കുറച്ചായപ്പോഴത്തേക്കും ഇവരും തുടങ്ങി. ഇവരുടെയും ഇത്രത്തോളം ആക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് 2 വീട് പണിയും കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് അതിലോട്ട് താമസമാകാൻ പറ്റിയാൽ മതി. അതാണിപ്പോൾ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹവും പടച്ചോനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാതെ പടച്ചോനായിട്ട് നമുക്ക് കൊണ്ടുതന്ന വലിയൊരു സന്തോഷമാണ് കേട്ടോ ഈ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലോണ് പാസ്സായതും വീട് പണി തുടങ്ങിയതും ഒക്കെ. എപ്പോഴും ഞാൻ ആ ഒരു ടൈം ഇങ്ങനെ ആലോചിക്കും. ഞാൻ അലക്കിയിട്ടില്ല, വർത്താനം പറഞ്ഞങ്ങനെ ഇരുന്ന് മയക്കം വന്നു. പിന്നെ വീണ്ടും പോയി അലക്കി കുളിക്കട്ടെ. വിശക്കുന്നു, കുളി കഴിഞ്ഞു, വിശക്കുന്നു, നല്ല വിശപ്പുണ്ട് ഗായ്സ്. ഞാൻ ചോറ് കഴിക്കട്ടെ. സമയം 2:30 കുറച്ച് ലേറ്റായിപ്പോയി ചോറെടുക്കാൻ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ മുരിങ്ങ താളി. കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങയിലേക്കിട്ടുള്ള എന്തോ ഒരു കറി. ഞാൻ ചോറ് കഴിക്കട്ടെ. ഈ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാനും എനിക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല കേട്ടോ. ഉമ്മ ആണത് ഉണ്ടാക്കിയത്. പിന്നെ മീനും പൊരിച്ച്, പയറുതോരനുണ്ടാക്കി, പപ്പടം പൊരിച്ച്, പിന്നെ എൻ്റെ മുളക് തിരുമ്മിയതും. ഞാൻ പിന്നെ മീൻ എടുത്തില്ല കേട്ടോ. ഞാൻ പൊതുവേ ഇവിടെ വന്നാൽ അങ്ങനെ മീൻ കഴിക്കാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് മനസ്സറിഞ്ഞ് മീൻ കഴിക്കുന്നത്. അതും എല്ലാ മീനൊന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഈ കുഞ്ഞു മീനുകൾ, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് മാത്രമാണ് ഞാൻ കഴിക്കാറ്. ഇവിടെ ഞാൻ ഒരു കുറ്റമായിട്ട് പറയുമല്ല, ഞാനങ്ങനെ ഫ്രഷ് മീൻ കഴിച്ച് ശീലമായതുകൊണ്ടേ എനിക്ക് ഇവിടുത്തെ മീനിൻ്റെ ആ ഒരു ചൊവ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങനെ വല്ലാണ്ട് മീൻ കഴിക്കാത്തത്. ചെമ്മീനൊക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും ഞാൻ കഴിക്കുന്നത്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫ്രീ ആണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ പരിപാടികളൊന്നും ഇല്ല. ഇന്ന് പിന്നെ മേമായും മൂത്തമായൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി കുളിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് മയങ്ങി. ഉറക്കം എണീറ്റപ്പോഴത്തേക്കും രാവിലത്തെ കുറച്ച് ഇടിയപ്പം ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചത് കൊണ്ട് രാത്രി ഷിനാജ് വന്ന് ചോറ് കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വിശപ്പില്ലാഞ്ഞുകൊണ്ട് ഞാൻ ചോറ് കഴിച്ചില്ല കേട്ടോ. ഞാൻ ഇപ്പൊ വണ്ടിമേ വരുമ്പോ ആലോചിച്ചിട്ടുള്ളൂ എന്ത് മുരിങ്ങാച്ചാറ് കൊറേ എടാ കള്ള, ഞാൻ ഉച്ചക്ക് പറഞ്ഞില്ലേ നിങ്ങളോട് സത്യം ഇതാണ് സാധനം. ഞാൻ ഓർമ്മല്ല ചാറ് എന്ത് വെക്കും, ചാറ് എന്ത് വെക്കുമെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു 2 മുരിങ്ങ എടുത്ത് തളിച്ചോളാൻ പറഞ്ഞു. അല്ല ഇപ്പം എന്ത് വെക്കാനാ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുവാണ്. എല്ലാ ദിവസവും ഒരുപോലെയൊന്നും അല്ല കേട്ടോ. ചില സമയങ്ങളിൽ പല പല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇനിയും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം വീഡിയോസ് അപ്ലോഡ് ആക്കാൻ ലേറ്റ് ആവുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അതേ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കടയിലെ വീഡിയോ കാണലുണ്ട് ചോദിച്ചു വരാൻ